ഗൈസ് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തല്ലോ ജോഷുവ സൊട്ടീരിയോ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പം എനിക്ക് പറയാൻ തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ബേസിക്കലി ഒരു വിങ്ങറായിട്ട് പ്രത്യേകിച്ച് റൈറ്റ് വിങ്ങിലേക്ക് കളിക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പം നമുക്ക് ഇനിയും ഒരു വിങ്ങറുടെ ആവശ്യകത ഉണ്ടോ എന്നുള്ളതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഒരു ഫോറിനർ എന്ന നിലയിൽ സെൻട്രൽ ഫോർവേഡിനെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഇനിയും നമുക്ക് പറഞ്ഞതുപോലെ 2 സ്ലോട്ട്സ് ഉണ്ട്. അപ്പോൾ അതിൽ ആരൊക്കെ വരുമെന്നുള്ളത് നോക്കേണ്ട കാര്യമാണ്. അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ടുമുള്ള ഒരു ചോദ്യമാണ് നമുക്ക് ഈ ഇന്ത്യൻ റിക്രൂട്ട്സ് അവിടെ ഏത് പൊസിഷനിലാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും പറയും അത് റൈറ്റ് ടു വിങ് പൊസിഷനിലാണ് എന്നുള്ളത്. അതിൻ്റെ ഒരു റീസൺ അത് ഒന്ന് വ്യക്തമാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കാനായിട്ട് പോകുന്നത്. അപ്പം നമുക്കിപ്പോൾ ലെഫ്റ്റ് വിങ് പൊസിഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ലോട്ട്സ് ഓഫ് പ്ലേയേഴ്സ് അവൈലബിൾ ആണ്. അപ്പം നോവ അവിടെ ലെഫ്റ്റ് വിങ്ങറാണ്, പ്രോപ്പർ ലെഫ്റ്റ് വിങ്ങറായിട്ട് കളിക്കുന്ന താരമാണ്. സെൻട്രൽ ഫോർവേഡിൽ നമുക്ക് വെക്കാൻ പറ്റും. അതുപോലെ ഇന്ത്യൻ താരങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ കളിച്ചിട്ടുള്ള ഐമൻ ഉണ്ട്. അതുപോലെ ബ്രൈസ് ലോൺ ഇത് കഴിഞ്ഞ് തിരിച്ചെത്തും എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അമ്മാവിയ ലേറ്റസ്റ്റ് സൈനിങ്, അദ്ദേഹം ഒരു ലെഫ്റ്റ് വിങ്ങറായിട്ടുള്ള താരമാണ്. ബികാഷ് യുംനാം എന്ന് പറയുന്നൊരു പ്ലെയർ നമ്മൾ ലോണിൽ വിട്ടിരുന്നു, അദ്ദേഹം പ്രീ സീസണിൽ ജോയിൻ ചെയ്യും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഒരു വിവരം. അപ്പോൾ അത്രയും നമുക്ക് ലെഫ്റ്റ് വിങ്ങിൽ പറയാൻ പറ്റുന്ന താരങ്ങളുണ്ട്. പക്ഷേ റൈറ്റ് വിങ്ങിലേക്ക് നോക്കുന്ന ഒരു സമയത്ത് രാഹുൽ KP, നിഹാൽ, സൗരവ് എന്നീ പേരുകളാണ് ഉള്ളത്. എന്നാൽ ഇവരുടെ ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. ഇൻ കേസ് ഇപ്പം നമുക്ക് ലൂണയുടെ കാര്യം എടുത്താലും അദ്ദേഹത്തെ ലെഫ്റ്റിൽ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ റൈറ്റിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ അത്ര എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ കണ്ടാണ്. അതായത് ഫുൾ പൊട്ടൻഷ്യലി യൂസ് ചെയ്യണമെങ്കിൽ ഒന്നീ ലെഫ്റ്റ് വിങ്, സെക്കൻഡ് സ്ട്രൈക്കർ അങ്ങനെ റോളിലൊക്കെയാണ് അദ്ദേഹം കളിക്കുന്നുണ്ടുള്ളത്. അതാണ് ഞാൻ പറയുന്നത്. അപ്പം ഇതാണ് നമ്മൾ ഒന്ന് പരിശോധിക്കുന്നത്. അതിനു മുമ്പ് നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പരിശീലകനായിട്ടുള്ള മിക്കായൽ സ്റ്റാറെ അദ്ദേഹം ഏത് ഫോർമേഷനിലായിരിക്കും കളിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അപ്പം ഇപ്പം നമ്മൾ ആദ്യം സംസാരിച്ചു അദ്ദേഹം ഒരു 3-4-3 ഒക്കെ പരിഗണിക്കുന്നൊരു കോച്ചാണ്. പക്ഷേ അദ്ദേഹം വളരെ ഫ്ലെക്സിബിളാണ്. എങ്ങനെയാണ് ടീം അതനുസരിച്ചിട്ട് അദ്ദേഹം ഫോർമേഷനൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിലെ നമ്മുടെ ഇവാൻ കളിച്ചിരുന്ന സിസ്റ്റം ഇപ്പോൾ 4-4-2 അത് പിന്തുടരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ 4-3-3 വേണമെങ്കിൽ പരിഗണിക്കാവുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പം ഇതുകൂടി ഒന്ന് പരിശോധിച്ചിട്ട് വേണം നമുക്ക് ആ കാര്യത്തിലേക്ക് പോകേണ്ടത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം നമുക്ക് 3-4-3 ഫോർമേഷനിലേക്ക് വരാം, അല്ലെങ്കിൽ 3-5-2 എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ അങ്ങനെ പറയാനുള്ളൊരു കാരണം ഞാൻ പറയാം. കാരണം ഈ 3-4-3 കളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രീവിയസ് ക്ലബ്സിൽ ആ ഒരു ഫ്രണ്ട് 3-ലെ ലെഫ്റ്റ് സൈഡ് പ്ലെയേഴ്സിന് കൂടുതലും അദ്ദേഹം ഒരു ഫ്രീ റോളൊക്കെ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ പല ക്ലബ്ബുകളിലും കളിപ്പിച്ചിരുന്ന സമയത്ത് അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ഒരു പ്ലെയർ കുറച്ചും കൂടി ഇറങ്ങി വന്നിട്ട് ആ ഒരു ഫ്രീ റോളിൽ ഒരു ക്രിയേറ്റീവ് പ്ലെയർ എന്ന നിലയിലും അല്ലെങ്കിൽ ഓൾറൗണ്ടർ എന്ന രീതിയിൽ കളിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറായിട്ടൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു രീതി നമ്മൾ കണ്ടിട്ടുണ്ട്. സോ നമുക്ക് അതിന് പറ്റുന്ന ഒരു പ്ലെയർ നമ്മുടെ ടീമിലുണ്ട്. മറ്റാരുമല്ല, അഡ്രിയാൻ ലൂണയെ അങ്ങനെ ഒരു ഫ്രീ റോളിൽ വിടാൻ പറ്റും. ആ ലെഫ്റ്റ് സൈഡ് ഇതിലിട്ട് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. 3-4-3യുടെ ഒരു കാര്യമാണെങ്കിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വരുന്നൊരു സമയത്ത് ഈ ഒരു ഫോർമേഷൻ വേണമെങ്കിൽ അതൊരു 3-5-2 ആയിട്ടോ അല്ലെങ്കിൽ ഒരു 3-4-1-2 ആയിട്ടോ ഒക്കെ പരിണമിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് അപ്പ് ഫ്രണ്ടിൽ ഇപ്പം നോവ അവൈലബിൾ ആണെങ്കിൽ നോവയെ യൂസ് ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ഒരു പ്യുവർ സെൻറ്റർ ഫോർവേഡ് ആയിട്ടുള്ളൊരു താരത്തെ നമുക്ക് വേണമെന്നുള്ളതാണ്. കാരണം നോവ ഒരു പ്യുവർ സെൻറ്റർ ഫോർവേഡ് അല്ല, അദ്ദേഹം ഒരു ലെഫ്റ്റ് വിങ്ങറാണ്, കൂടുതലായിട്ടും അങ്ങനെ കളിക്കുന്ന ഒരു പ്ലെയറാണ്. അതേ പറഞ്ഞ പോലെ വിഡ്രോൺ ചെയ്തിട്ട് ബോളുമായിട്ട് റൺ ചെയ്ത് അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പ്ലെയറാണ്. അപ്പം നമുക്ക് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഗോൾ പോച്ചർ. ഇപ്പോൾ ദിമിയുടെ കാര്യം തന്നെ പറയാം. അപ്പോൾ ദിമി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു കോംബോ നമുക്ക് പേടിക്കേണ്ടിയിരുന്നില്ല. പക്ഷേ ദിമിയുടെ ആ ഒരു റീപ്ലേസ്മെൻറ്റ് അവിടെ വരണം. അപ്പോൾ ആ ഒരു കാര്യത്തിൽ വരുമ്പോഴാണ് സൊട്ടീരിയോയുടെ കാര്യത്തിൽ എനിക്ക് കൺഫ്യൂഷൻസ് വന്നതെന്ന് ഞാൻ പറഞ്ഞു. കാരണം സൊട്ടീരിയോ ഒരു പ്യുവർ നമ്പർ 9 എന്ന് പറയാൻ പറ്റുന്ന ഒരു പ്ലെയർ അല്ല. അപ്പം നോവയോടൊപ്പം അപ്പ് ഫ്രണ്ടിൽ അങ്ങനെ ഫോർമേഷനാണ് കളിക്കുന്നത്. അപ്പ് ഫ്രണ്ടിൽ നമുക്ക് അങ്ങനത്തെ ഒരു താരത്തെ വേണം എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഇപ്പം നോവ സെൻട്രൽ ഫോർവേഡിലെ മറ്റൊരു വിദേശ താരം ആൻഡ് ലൂണ ആൻഡ് ഫോറിൻ സെൻറ്റർ ബാക്കി, ഇതോടുകൂടി നമുക്ക് 4 ഫോറിനേഴ്സ് എന്ന് പറയുന്ന ഒരു കോട്ട കഴിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി ഒരു ഫോറിനറെ ഒരു റൈറ്റ് വിങ്ങിൽ യൂസ് ചെയ്യാൻ പറ്റില്ല, ഒരു ഇന്ത്യനെ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ എന്നുള്ള ഒരു ഫാക്ടർ അവിടെ നിൽക്കുന്നു. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഈ പറഞ്ഞ പോലെ 3-5-2 അല്ലെങ്കിൽ 3-4-3 ഏത് ഫോർമേഷനിലാണ് കളിക്കുന്നതെങ്കിലും നമുക്കിപ്പം ഒരു വിങ് ബാക്കിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതായിരിക്കും. ആ 2 വൈഡായിട്ട് കളിക്കുന്നവർ അപ്പ് ആൻഡ് ഡൗൺ നല്ല പണിയെടുത്ത് കളിക്കേണ്ടതാണ് ഈ ഒരു ഫോർമേഷൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നവോച്ച സിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഐബാൻ ദോഹ്ലിംഗ് എന്ന് പറയുന്ന താരമുണ്ട്. കഴിഞ്ഞ സീസണിൽ ആദ്യം ഇഞ്ചുറി പറ്റി പോയതാണ്. ഇത്തവണ നമ്മൾ രാകേഷ് എന്ന് പറഞ്ഞിട്ടുള്ള താരത്തെ സൈൻ ചെയ്തിട്ടുണ്ട്. ഇവൻ ആ റോളിലാണ് കളിക്കുന്നതെങ്കിൽ ബ്രൈസ് മെറിൻ്റെ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. കാരണം അദ്ദേഹം ഇങ്ങനെ ചെയ്ത് ക്രോസ് ചെയ്ത് അങ്ങനെ കളിക്കുന്നൊരു ആയിട്ടുള്ളൊരു പ്ലെയറാണ്. അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പ്ലെയർ, ആ ഫോർമേഷൻ പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലെയർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
അതുപോലെ നമുക്ക് റിസർവ് സൈഡ് നോക്കി കഴിഞ്ഞാൽ ഹരിത്രദാസ് അവൈലബിൾ ആണ്. അതുപോലെ സഹീഫ് ലോണിൽ പോയിട്ടുള്ള പ്ലെയറാണ്. അപ്പം ഇങ്ങനത്തെ ഓപ്ഷൻസ് കുറേ ഉണ്ട്. ഇതിൽ നിന്ന് പിക്ക് ചെയ്യാൻ പറ്റും ഏത് ക്വാളിറ്റി അനുസരിച്ചാണ് എന്നുള്ളത്. ഇപ്പം ഇതിൽ ചിലവർ ഡിഫെൻസീവ്ലി ആയിരിക്കും, അല്ലെങ്കിൽ ചിലവർ അറ്റാക്കിംഗ് വൈസ് ആയിരിക്കും ആട്രിബ്യൂട്ട്സ് കൂടുതൽ. അപ്പം കോച്ചിന് പിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ നമുക്ക് റൈറ്റ് ടു വിങ് ബാക്ക് എന്ന് പറയുന്നൊരു പൊസിഷനിലേക്ക് വരുന്നൊരു സമയത്ത് നമുക്ക് ആകെ 2 പേരുകളാണ് പറയാൻ പറ്റുന്നത്, പ്രബീർ ദാസും ആൻഡ് സന്ദീപ് സിംഗ്. ഇതിൽ നമുക്ക് പ്രീതത്തിനെ പറയാൻ പറ്റില്ല, കാരണം പ്രീതത്തെ അങ്ങനത്തെ റോളിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവൻ നിലവിലത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഒരു 4 ഡിഫൻസ് ആണെങ്കിൽ കൂടിയും ഒരു വിങ് ബാക്ക് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതിനോട് പലർക്കും താല്പര്യമില്ലെന്നറിയാം. അദ്ദേഹത്തെ ഇപ്പം പ്രത്യേകിച്ച് 3 മെൻ ഡിഫൻസിലാണ് കളിക്കുന്നത്, ഒരു സെൻറ്റർ ബാക്ക് ആയിട്ട് റൈറ്റ് സെൻറ്റർ ബാക്ക് ആയിട്ട് കളിക്കാനുള്ള സാധ്യത. അപ്പം ഞാൻ പറഞ്ഞല്ലോ അവിടെ ഓപ്ഷൻ എന്ന നിലയിലുള്ളത് പ്രബീറും സന്ദീപുമാണ്. പ്രബീറിൻ്റെ കാര്യം എടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൈമിലാണ് കളിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ റോളിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ നോക്കേണ്ടതില്ല. നമുക്കറിയാം അബാസിൻ്റെ അണ്ടറിൽ ആ റോളിൽ എങ്ങനെ കളിച്ചിരുന്ന പ്ലെയർ ആണ് എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ക്രോസസ് എന്ന് പറഞ്ഞാൽ പിൻ പോയിൻറ്റ് ക്രോസസ് കൊടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. സോ അവിടെ അവർ പ്രീതം റൈറ്റ് സൈഡിൽ കളിക്കുന്നു, പ്രബീർ ഒരു വിങ് ബാക്ക് റോളിൽ കളിച്ചാൽ അവർ ആ നല്ല രീതിയിലൊരു കോമ്പിനേഷനൊക്കെ വർക്കൗട്ട് ചെയ്ത് കളിക്കാൻ പറ്റും. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ നോക്കുമ്പോൾ പ്രബീർ അത്ര മികച്ച ഫോമിലൊന്നും അല്ല. അദ്ദേഹം പലപ്പോഴും ഈ പറയുന്ന പോലെ മിസ്റ്റേക്സ് വരുത്താറുണ്ട്. അദ്ദേഹത്തിൻ്റെ പണ്ടത്തെ പോലത്തെ ആ ഒരു എബിലിറ്റി നമുക്ക് കാണാൻ സാധിക്കില്ല. ഫിറ്റ്നസ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഡിഫെൻസീവ്ലി അദ്ദേഹം ബ്ലണ്ടേഴ്സ് വരുത്തുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അവിടെ ആ ഒരു പ്രശ്നം നിലനിൽക്കുന്നു. ഇപ്പോൾ സന്ദീപിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഈ പറഞ്ഞ പോലെ 4 അറ്റ് ദി ബാക്കാണ് കളിക്കുന്നതെങ്കിൽ പെർഫെക്റ്റ് ഓപ്ഷൻ തന്നെയായിരിക്കും. പക്ഷേ അദ്ദേഹത്തെ ഈ റോളിലോട്ട് വരുമ്പോഴത്തേക്കും അപ്പ് ആൻഡ് ഡൗൺ കളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ക്രോസസ് അത്ര എഫക്റ്റീവായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ഡീസൻറ്റ് സംടൈം നല്ല ക്രോസസ് വരും, പക്ഷേ ഈ പറയുന്ന ഈ റോളിൽ കളിക്കുമ്പോഴത്തേക്കും നിരന്തരം കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു രീതിയിൽ കളിപ്പിക്കേണ്ട ഒരു സാഹചര്യം വരും. അപ്പം അവിടെ കൺഫ്യൂഷൻ വരും. അപ്പോൾ ആ ഒരു സാഹചര്യം വരുമ്പോൾ കൂടി നമുക്ക് അവിടെ ഒരു പ്ലെയറെ ആവശ്യമായിട്ട് വരും എന്നുള്ളതാണ്. സോ ഇപ്പം നമുക്ക് എനിക്ക് തോന്നുന്നു സൗരഭ്സിനെ ഒരു പരിധിവരെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ക്രോസസ് ഒക്കെ മികച്ചതാണ്, അത്യാവശ്യം ഡിഫെൻസീവ് എബിലിറ്റി ഉണ്ട്, ഡീസൻ്റ് ആണ്, അങ്ങനെ പറ്റും. പക്ഷേ നിഹാലിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം കുറച്ചും കൂടി ഒരു ഒഫൻസീവ് ടൈപ്പ് പ്ലെയർ തന്നെയാണ്. രാഹുൽ KP ഈ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഡിഫെൻസീവ് വർക്ക് റേറ്റ് ഒക്കെ മികച്ചതാണ്. അദ്ദേഹം ചില സമയങ്ങളിൽ അദ്ദേഹം മികച്ച ക്രോസസ് ചെയ്യാറുണ്ട്. പക്ഷേ കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതാണല്ലോ, അദ്ദേഹം ഇപ്പം കുറച്ച് ഒന്ന് ഡൗൺ ആയിട്ട് നിൽക്കുകയാണ്. അപ്പം അദ്ദേഹം ആ ഒരു ഫോം വീണ്ടെടുത്ത് കഴിഞ്ഞാൽ ആ റോളിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തെ വെക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ സ്പീഡും അതെല്ലാം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതാണ് ആ ഒരു കൺസേൺ ആയിട്ടുള്ളത്. സോ എനിവേ ഇപ്പം ഒരു 4 അറ്റ് ദ ബാക്കാണ് കളിക്കുന്നതെങ്കിലും 3 അറ്റ് ദ ബാക്കാണ് കളിക്കുന്നതെങ്കിൽ കൂടി നമുക്ക് ഒരു വിങ് ബാക്ക് ആയിട്ടുള്ളൊരു പ്ലെയറെ, അത് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു വിങ് ബാക്ക് ആയിട്ടുള്ളൊരു പ്ലെയറെ ഉറപ്പായിട്ടും ഒരു ആവശ്യകത ഉണ്ട് എന്നുള്ളതാണ് തോന്നുന്നത്. ബാക്ക് ടു ദി ടോപ്പിക് എന്ന് പറയുന്നൊരു നിലയിലേക്ക് വരുമ്പോൾ നമ്മുടെ റൈറ്റ് ടു വിങ്ങിൽ കഴിഞ്ഞ വർഷം കളിച്ചിട്ടുള്ള പ്ലേയേഴ്സിൻ്റെ ഗോൾ കോൺട്രിബ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശമാണ്. ഗോൾ കോൺട്രിബ്യൂഷൻ മാത്രമല്ല പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ രാഹുൽ KPയുടെ കാര്യം പറയാം. ഏറ്റവും കൂടുതൽ മിനിറ്റ്സ് റൈറ്റ് വിങ് കളിച്ച പ്ലെയർ അദ്ദേഹമാണ്. അതുകൊണ്ട് 950 മിനിറ്റ്സ്, ആകെ ഒരു അസിസ്റ്റ് മാത്രമാണ് അദ്ദേഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. പെർഫോമൻസ് വൈസും അദ്ദേഹം ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു ലാസ്റ്റ് വർഷം. എന്നാൽ നിഹാലിൻ്റെ കാര്യം എടുക്കുമ്പോൾ അദ്ദേഹം 249 മിനിറ്റാണ് കളിച്ചത്. അദ്ദേഹം 1 ഗോളും 1 അസിസ്റ്റുമാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. സൗരവിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ സെയിം 249 മിനിറ്റാണ്, അദ്ദേഹം 2 അസിസ്റ്റാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ എനിക്ക് ഇമ്പ്രസീവ് ആയിട്ട് തോന്നിയ പ്ലെയർ സൗരവാണ്. സൗരവ് ഒരു ലാസ്റ്റ് ഫേസിലേക്ക് എത്തിയപ്പോഴാണ് അദ്ദേഹം വരുന്നത്. പക്ഷേ അദ്ദേഹം കൂടുതൽ അസിസ്റ്റൊക്കെ ഡിസേർവ് ചെയ്തിരുന്നു. അതിൽ എന്താ പറയുക, ഒരു ഫിനിഷിങ്ങിൻ്റെ ഒരു പ്രശ്നങ്ങൾ മൂലം നഷ്ടപ്പെട്ട ഗോളുകളൊക്കെ ഉണ്ടായിരുന്നു. അത് പലതും ഇദ്ദേഹം ക്രിയേറ്റ് ചെയ്തതാണ്. ഇതിപ്പോൾ ഈ ഒരു സൗരവ് വളരെ കുറഞ്ഞ മിനിറ്റുകൾ കളിച്ച ആ ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഒരു നമ്പർ നമ്മൾ പരിശോധിക്കുമ്പം രാഹുലൊക്കെ ആ ഒരു ഹോൾ സീസണിൽ ഇത്രയും പറഞ്ഞ മിനിറ്റ്സ്, ഏതാണ്ട് 1000-ഓളം അടുത്ത് മിനിറ്റ്സ് കളിച്ച് ചാൻസ് ക്രിയേറ്റ് ചെയ്തതിനേക്കാൾ ഒരുപാട് കൂടുതലാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസ് അനുസരിച്ചാണെങ്കിൽ റിലേ ചെയ്യാൻ പറ്റുന്നൊരു പ്ലെയർ സൗരവാണ്. പക്ഷേ ഈ സീസണിൽ എങ്ങനെ കളിക്കുന്നു എന്നുള്ളത് നമ്മൾ നോക്കണം. അതുപോലെ തന്നെ നമുക്ക് ഇപ്പം അവിടെ ഒരു മേഖലയിലൊരു പ്രശ്നമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി ഉറപ്പായിട്ടും അവിടെ ഒരു റിക്രൂട്ട്മെൻറ്റ്, കാരണം നമുക്ക് ലെഫ്റ്റിൽ നല്ല ഓപ്ഷൻസ് ഉണ്ട് അത്യാവശ്യം, അപ്പോൾ റൈറ്റിലും അതേപോലത്തെ ഒരു ബാലൻസ് കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ഇപ്പം റിസർവ്സിലും ഇനി പ്ലേയേഴ്സ് ഉണ്ടായിരിക്കും, പക്ഷേ പറഞ്ഞല്ലോ കോൺട്രിബ്യൂഷൻ നൽകുന്ന പ്ലേയേഴ്സ് വേണം. നമുക്കിനി അവിടെ ഒരു ഫോറിനറെ കളിപ്പിക്കാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ലെഫ്റ്റിൽ നോവയാണ് കളിക്കുന്നതെങ്കിൽ ഒരു സെൻട്രൽ ഫോർവേഡ് കളിക്കും, ലൂണ കളിക്കും, സെൻട്രൽ ബാക്ക് കളിക്കും. നമുക്ക് അവിടെ എന്താണെങ്കിലും ഇന്ത്യൻ പ്ലേയേഴ്സിനെ തന്നെ കളിപ്പിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ. ഇപ്പം ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോൾ സീസൺ അവസാനിച്ച സമയത്തൊക്കെ പറഞ്ഞിരുന്നു, നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സ് അവൈലബിൾ ആണ്, അവരുടെ പേരുകൾ ഇപ്പം കിയാൻ നസീരി, ഇമ്രാൻ ഖാൻ, ജിതിൻ അഹമ്മദ്, നിന്തോയി, ബിപിൻ സിംഗ് ഇങ്ങനെ തുടങ്ങിയ താരങ്ങളുടെയൊക്കെ പേര് പറഞ്ഞിരുന്നു. ഇതിൽ കിയാൻ നസീരിയും നിന്തോയൊക്കെ ഏതാണ്ട് മറ്റ് ക്ലബ്ബുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതിലിപ്പം
മറ്റ് പ്ലേയേഴ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞപ്പം നമുക്ക് ബിപിൻ സിംഗിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഈ സീസണിൽ കൂടുതലും സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് ഒക്കെ വന്ന് കളിച്ചത്. എന്നിട്ട് കൂടി അദ്ദേഹത്തിന് ഒരു 4 ഗോൾ 2 അസിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ജിതിൻ എംഎസ് ഏതാണ്ട് മുഴുവൻ സീസൺ കളിച്ചാണ്. അദ്ദേഹം ലെഫ്റ്റ് വിങ്ങിലാണ് കഴിഞ്ഞ സീസൺ കളിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കളി പണ്ട് തൊട്ടേ ഫോളോ ചെയ്തവർക്കറിയാം. അദ്ദേഹം ബോത്ത് വിങ്ങിൽ നന്നായിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആ സന്തോഷ് ട്രോഫി ടൈമിലൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്, 2018 ടൈമിൽ. അന്ന് അദ്ദേഹം റൈറ്റ് വിങ്ങിലാണ് കൂടുതലും കളിച്ചത്. അവിടെയും അദ്ദേഹത്തിന് ആ ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അദ്ദേഹം ഒരു ഫുൾ ഓൺ എനർജിയിൽ ഫുൾ കമ്മിറ്റഡ് ആയിട്ട് കളിക്കുന്ന പ്ലെയറാണ്. അപ്പം അദ്ദേഹം ഈ പറഞ്ഞ പോലെ 4 ഗോളും 3 അസിസ്റ്റും, അതായത് 1600 മിനിറ്റ്സ് കളിച്ചിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ ഗുഡ് നമ്പർ. അതുപോലെ ഇമ്രാൻ ഖാൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും 2500 മിനിറ്റ്സ് കളിച്ചിട്ട് 2 ഗോളും 2 അസിസ്റ്റും. അതൊരു ഗ്രേറ്റ് അല്ലെങ്കിലും ഡീസൻ്റ് ആയിട്ടുള്ള സ്റ്റാറ്റാണ്. പക്ഷേ അദ്ദേഹം പെർഫോമൻസ് വൈസും ടീമിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വൈസ് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു വേണമെങ്കിൽ ഒരു റൈറ്റ് വിങ് ബാക്ക് 3 at the ബാക്ക് കളിപ്പിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് പ്ലെയർ ആയിട്ട് ഇമ്രാൻ ഖാനെയും വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. സോ എങ്കിലും അദ്ദേഹത്തിൻ്റെ അറ്റാക്കിംഗ് ആട്രിബ്യൂട്ട്സ് ആണ് കൂടുതലായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഐ തിങ്ക് കുറച്ച് പ്രീ അസിസ്റ്റ് ഒക്കെ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടോ എന്ന് ഡൗട്ട്ഫുള്ളാണ്. സോ ഇതാണ് കൃത്യമായിട്ട് പറയാനുള്ളത്. പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പം 3 at the back ആണ്, 4 at the back ആണ് കളിക്കുന്നത്. നമ്മുടെ റൈറ്റ് സൈഡിൽ കുറച്ച് വീക്ക്നെസ്സസ് ഉണ്ട്. അത് പ്രത്യേകിച്ച് വിങ്ങേഴ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ വിങ് ബാക്സിൻ്റെ കാര്യത്തിലെടുത്താണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ വീക്ക്നെസ്സുകളുണ്ട്. അത് ഉറപ്പായിട്ടും പരിഹരിക്കേണ്ടതാണ്. കഴിഞ്ഞ വർഷത്തെ ജനുവരിയിൽ പരിഹരിക്കേണ്ടതായിരുന്നു. അത് നമുക്ക് ഈ സമ്മറിലെങ്കിലും പരിഹരിക്കാൻ സാധിക്കണം. പക്ഷേ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള പ്ലേയേഴ്സും പല ക്ലബ്ബുകളിലേക്ക് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞു. ഇനി എന്താണ്, ആരെയാണ് അവിടെ എത്തിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്കറിയാലോ. ഇപ്പോൾ ഈ അമ്മാവിയ ലെഫ്റ്റ് വിങ് കളിക്കുന്ന പ്ലെയറാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെയൊക്കെ റൂമേഴ്സൊക്കെ നമ്മൾ നേരത്തെ വന്നത്, ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ കാര്യമൊക്കെ നമ്മൾ ഒരുവിധം നേരത്തെ തന്നെ റൂമേഴ്സായിട്ടെങ്കിലും പുറത്തേക്ക് വരും. ഫോറിനേഴ്സിൻ്റെ കാര്യമാണ് നമുക്കൊന്നും അറിയാണ്ട് വരാൻ പറ്റുന്നത്. കാരണം ഇത് ഇന്ത്യയിൽ നടക്കുന്ന കാര്യമായതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഏജൻസി വഴി അല്ലെങ്കിൽ വേറെ ഏത് തരത്തിലാണെങ്കിലും ഇത് പല ജേർണലിസ്റ്റുകളിലൊക്കെ എത്തി ലീക്കായിട്ട് അറിയേണ്ടതാണ്. അപ്പം നിലവിൽ അങ്ങനെ നമ്മൾ റൈറ്റ് വിങ്ങിൽ ഒരു പ്ലെയറെ നോക്കുന്നതായിട്ടോ ഒന്നും വാർത്തകളില്ല. അല്ലെങ്കിൽ ഇനിയിപ്പം ഐ ലീഗിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്ലെയർ ആണെങ്കിൽ, പക്ഷേ ഐ ലീഗിൽ ഞാൻ മുമ്പ് നമ്പേഴ്സുള്ള പല പ്ലേയേഴ്സിൻ്റെയും പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പലരും പലയിടത്തോട്ടൊക്കെ ജോയിൻ ചെയ്യുന്ന കാര്യങ്ങളാണ് അറിയാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ഒരു ബെറ്റർ ആയിട്ടുള്ള റിക്രൂട്ട് അവിടെ നടക്കുമോ എന്നുള്ളതാണ് നോക്കി കാണേണ്ടത്. നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും ഒന്ന് കമ്പോസ് ചെയ്യുന്ന കാണിക്കാൻ.